നമ്മളെ വിളയിലോട്ട് പോവുകയാണ്. വിളിക്കാൻ സാഹചര്യമില്ല, ഫോണില്ല, വണ്ടിയിൽ പെട്രോൾ ഇല്ല, വണ്ടി ചെളിയിൽ പൂന്തിയിട്ടുണ്ട്. പിന്നെ വണ്ടി കുറച്ച് പേര് വന്ന് നമ്മളെ വണ്ടി കയറ്റിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു സദിക്ക ഫാമിലി. ഇന്ന് നമ്മളെ വിളയിലോട്ട് പോവുകയാണ്. അയ്യോ, അങ്ങനത്തെ വിളയല്ല. നമ്മള് വീട് വെക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം വച്ചിട്ടുണ്ട്, പഞ്ചായത്തിന്റെ വക. അപ്പൊ ആ വിളയിലോട്ട് നമ്മൾ പോവുകയാണ്. കുറച്ച് പണികളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അല്ലടാ? ഗൈസ്, അങ്ങനെ വണ്ടി ചെളിയിൽ പൂന്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഒരു തടി വെച്ച് എങ്ങനെയെങ്കിലും ഇത് റിവേഴ്സ് എടുത്ത് നോക്കാൻ ശ്രമിക്കുകയാണ്. പറ്റുമെന്തോ. ഇങ്ങോട്ട് തിങ്ങിയില്ലേ? ഇവിടത്തിന് ചെളി. ഇതാണ് അവസ്ഥ. ഫോണിൽ ബാലൻസ് ഇല്ല, വണ്ടിയിൽ പെട്രോൾ ഇല്ല, ബാറ്ററി ഡൗണ്, ചളി പൂന്തികള്. ഇന്ന് നമുക്കാണ് ദുഃഖവെള്ളി. നമ്മളിവിടെ ദുഃഖിച്ച് നിൽക്കുകയാണ്. ഇനി എങ്ങനെ വീട്ടിൽ പോകാന്ന് പറഞ്ഞൂടാ. ഇവിടെ മൊത്തം വിളയാണ്. അത് വയലും, അത് തോട്. ഇവിടെ ഒന്നും ആരുമില്ല, ഒറ്റ മനുഷ്യരില്ല. കണ്ടോ, അവിടെ ഒരു വീട് പോലും ഇല്ല. വീട് പോലും ഇല്ലാത്തൊരു വിച്ഛിന്നമായ ഏരിയയിലാണ് നമ്മൾ നിൽക്കണത്. വീണ്ടും ചളി പൂന്തി, വീണ്ടും ചളി പൂന്തി. കണ്ണാ, എന്ത് ചെയ്തടാ വണ്ടി? വണ്ടി ചളിയിൽ പൂന്തി. ഓ ഷിറ്റ്. കഴിയാൻ വെള്ളം വേണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞു, ചെളി പൂത്തി ഇവിടെ കിടന്ന് ഈ വിളി അത്രയും വിളിച്ചത്. മിക്കവാറും പെടും. ഫോണിലാണെങ്കിൽ ഔട്ട് ഗോയിങ്ങും ഇല്ല, ഇൻകമിങ്ങും. അങ്ങ് പോ, അങ്ങ് കയറിപ്പോ. മതി, വീണ്ടും ചെളി ചെളി. ഫ്രണ്ടിലോട്ട്. നമ്മളെ വണ്ടി നന്നായിട്ട് പൂന്തി, എടുക്കാനുള്ള പാടിലാണ്. വണ്ടിയുടെ ടയറിന് ഒന്നാമത് കാറ്റ് കുറവ്, മൊത്തത്തിൽ പൂന്തി കിടക്കുകയാണ്. ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാനുള്ള സാഹചര്യം ഇല്ല. കണ്ടുകൂടാ അവിടെ പോയി. പോടാ, അങ്ങ് ആ വെള്ളയുടെ വഴിയുടെ അവിടെ കയറുന്നില്ല. ഇപ്പോ അങ്ങ് പോ, കയറി പോരേണ്ട വരും. എന്തിനാണ്
അയ്യേ പിന്നെ അതിൻ്റെ അടിയിൽ കയറിയില്ല മാറിയില്ല കണ്ണ പിന്നെ വണ്ടി കുറച്ച് പേര് വന്ന് നമ്മളെ വണ്ടി കയറ്റിട്ടുണ്ട്. എന്നെ പിടിച്ചകത്തിരുത്തി. അതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഞാൻ കാണിച്ചേ. അവരാണ് വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്തത്. ഒരു വലിയ ഉപകാരമായിരുന്നു. നമ്മൾ എങ്ങനെ തിരിച്ച് പോകുമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. കാരണം വണ്ടിയിൽ ബാറ്ററി ഡൗണ് അങ്ങനെ ഒരുപാട് കുഴപ്പമുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ദൈവത്തിനെ പോലെ രണ്ടുപേരും വന്നു നമ്മളെ ഹെൽപ്പ് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മളിനി വളയിലോട്ട് പോവുകയാണ്. വളയിൽ ഇനി കുറച്ച് പണിയുണ്ട്. കമ്പി അടിക്കണം, ഇതിലൊക്കെ കമ്പി അടിക്കണം, പിന്നെ കുറച്ച് പോച്ചയൊക്കെ പറിക്കാണ്ട് അതൊക്കെ കണക്കാക്കിയാണ് വന്നത്. പക്ഷെ ഇങ്ങനെ പെടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇതൊരു വല്ലാത്ത പെടായിപ്പോയി. വണ്ടി കഴുകാനൊരു കാരണമായി.